الرحيم الحمد لله رب العالمين الصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحابه أجمعين أما بعد الله رب سبحانه وتعالى നമ്മുടെ ഇബാദത്തുകളെല്ലാം ദുആകളെല്ലാം അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. നമ്മുടെ കുടുംബക്കാർക്കും നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചവർക്കും നമ്മെ സഹായിച്ചവർക്കും നമ്മുടെ സഹോദര സഹോദരിമാർക്കും നമ്മുടെ അയൽവാസികൾക്കും എല്ലാവർക്കും അല്ലാഹു തആല അവരുടെയും നമ്മുടെയും തെറ്റുകളെല്ലാം അല്ലാഹു മാപ്പ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നിവേദനാക്കുന്ന ഹദീസിൽ കാണുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു സ്വല്ലു അയ്യുഹൻ നാസ് സ്വല്ലു നിങ്ങൾ നിസ്കരിക്കൂ അയ്യുഹൻ നാസ് ഓ ജനങ്ങളെ ഫീ ബുയൂതികും ഫഇന്ന അഫ്ളല സ്വലാത്ത് സ്വലാത്തുൽ മർഇ ഫീ ബൈതിഹി ഇല്ലൽ മക്തൂബ. ഉദന്റെ ജനങ്ങളെ നിങ്ങൾ എല്ലാവരും നിങ്ങൾ ഔട്ടിൽ വെച്ചിട്ട് നിങ്ങൾ എന്തിനാക്കണു നിസ്കരിക്കണു. ഫഇന്ന അഫ്ളല സ്വലാത്ത് സ്വലാത്തുൽ മർഇ നിസ്കാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരമായ സുന്നത്ത് നിസ്കാര ഫീ ബൈതിഹി ആ സുന്നത്ത് നിസ്കാര നിങ്ങൾ ഔട്ടിൽ നിസ്കരിക്കണു ഇല്ലൽ മക്തൂബത ഫർദ് നിസ്കാരം ഒഴികെ. അതിനർത്ഥ പള്ളിയിൽ വന്നിട്ട് ആ സുന്നത്ത് നിസ്കരിക്കണ്ട, പള്ളിയിൽ നിസ്കരിച്ചെങ്കിൽ നിസ്കാരം ശരിയാവില്ല എന്നല്ല, പ്രതിഫലം കിട്ടില്ല എന്നല്ല, നിസ്കരിക്കുക തീരാണ്ടല്ല. നിങ്ങൾ ഔട്ടൽ എന്താക്കണു നിസ്കരിക്കണു. മുത്തഫഖുൻ അലൈഹി. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു ഇജഅലു മിൻ സ്വലാത്തികും ഫീ ബുയൂതികും നിങ്ങളുടെ നിസ്കാരം നിങ്ങൾ ഔട്ടൽ ആക്കണു. വലാ തത്തഖിദൂഹാ ഖുബൂറ എന്തിനു നീ ഔട്ടൽ നിങ്ങൾ നിസ്കരിക്കണം ചെന്നോ. അല്ലെങ്കിൽ പള്ളിക്ക് പോകണ്ടല്ല, പള്ളിയിൽ പോയി നിസ്കരിക്കാനല്ല, പള്ളിയിൽ നിസ്കരിക്കണോ. ഈത്തിക്കാഫിട്ടല്ലേ പള്ളിയിൽ ഈത്തിക്കാഫിന് ഇബാദത്തെല്ലാം ആഗ്രഹിച്ചിട്ട് ഈത്തിക്കാഫിന്റെ നീയത്ത് വെച്ചിട്ട് പള്ളിയിലും ഇബാദത്ത് എടുക്കുന്നു. പക്ഷേ വലാ തത്തഖിദൂഹാ ഖുബൂറ നിങ്ങൾ ഔട്ടലിനെ ഖബർസ്ഥാനാക്കി പോയിക്കൊണ്ടു തീരാ. ഖബർസ്ഥാനത്തിൽ ആരും പോയി നിസ്കരിച്ചോണ്ടിരിക്കല്ല, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കല്ല, ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കല്ല, സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കല്ല. അതെപ്പോഴാൽ അവിടെ മരിച്ച ഖബറാന്റെ കബറിൽ വേറെ ആരും ഇരിക്കില്ല, അവിടെ ഇബാദത്തിൽക്കുള്ള വേറായിട്ട് ആരും പോണ്ടേ ഇല്ല. അപ്പൊ ഞങ്ങൾ അവർ അതുപോലെ അവിടെ തീരാ ദഫൻ ഭൂമിയായിട്ട് കിടക്കുന്നു തീരാ. അടിക്കെല്ലാരും ഫർദ് നിസ്കരിക്കും, ഔത്തും പള്ളിക്ക് പോറും നിസ്കരിക്കോറും പള്ളിയിൽ ഖുർആൻ ഓതോറും ദിക്റും ചൊല്ലും എല്ലാം ഉണ്ട്. അതോടുകൂടി നിങ്ങൾ ഔത്തലും എന്താക്കും സുന്നത്ത് നിസ്കാരം ഔത്തലും നിസ്കരിക്കുന്നത് പതിവാക്കോളൂ. ഇപ്പൊ ദുഹാ നിസ്കാരമുള്ളൂ, വിത്തർ നിസ്കാരമുള്ളൂ, തഹജ്ജുദ് നിസ്കാരം. ഈ നിസ്കാരം ഔത്തലും നിസ്കരിക്കുക, പള്ളിയിലും നിസ്കരിക്കുക. അങ്ങനെ ഔത്തലും ഞങ്ങൾ നിസ്കരിക്കണു. ഞങ്ങൾ ഔത്തലും നിസ്കരിക്കുമ്പോ ഇത് കണ്ടിട്ടാകുമ്പോൾ അങ്ങനെ പെഞ്ഞായിക്കും. അതേപോലെ ഇബാദത്തെടുക്കാൻ നിൽക്കുന്നത് അങ്ങനെ എല്ലാം കൊത്താൻ നിൽക്കുന്നത് വലിയ വലിയ ബാലക്കാർ വയസ്സ് വന്നിട്ട് ഇബാദത്തിന്റെ ഭാഗം ചിന്തയില്ല. ഔ നിസ്കാരപ്പ ജമാഅത്തുമായി മാത്രം നിസ്കാരം, അല്ലെങ്കിൽ പള്ളിക്ക് ജമാഅത്ത് ബാക്കിയുള്ള 5 നിസ്കാരം, പള്ളിക്ക് വന്നിട്ട് മാത്രം നിസ്കാരം. ഔത്തലും നിസ്കാരം വേറെ ഡ്യൂട്ടിയിലില്ലെങ്കിൽ അല്ലെങ്കിൽ ഔത്തലില്ലെങ്കിൽ നിസ്കാരം ചിന്തമേ. നിസ്കാരം എവിടെ പള്ളിക്ക് പോയി മാത്രം ചില ചിന്തമേണ്, പള്ളിക്ക് പോയി മാത്രം നിസ്കാരം നിസ്കാരം ഇല്ല. ദിക്റായിക്കോ സലാത്തായിക്കോ ഖുർആനായിക്കോ ദുആയിക്കോ മോളേക്ക് പോയി പള്ളിക്ക് പോയി മാത്രം അതല്ല ഔത്തലില്ലെങ്കിൽ ഇല്ല. ചില ചിന്തയാണ് അറിവില്ലായ്മ കൊണ്ട്. അവിടെ ഈ തെരുടാർമാർ ഒത്തുള്ളാർമാർ പള്ളിയിൽ വന്ന് വിവാദത്തിനിടങ്ങ ഔത്തലും പ്രത്യേകിക്കും ഇത് ഞങ്ങളിങ്ങനെ നിസ്കരില്ല, ഖുർആനോദല്ല, ദിക്ർ ചൊല്ലില്ല, ദുആക്കില്ല. അവിടെ ചൊല്ലുന്നതിനൊക്കെയാണ് ഹൈറ്. അവിടെ ചൊല്ലി ചിലപ്പോൾ എന്താക്കില്ല ചന്നില് അസത്തില് എടുക്കുന്നതില്ല ഉണ്ടാക്കണം. എടുക്കണില്ല ആട്ട ഇതിന് എന്തിനാണ് നോക്കാം. അങ്ങനെല്ലാം ഉണ്ടല്ലേ അപ്പട്ടിക്ക് ഉമ്മട്ടിക്ക് എല്ലാം അസ്തമായിട്ടുണ്ട് മക്കൾക്ക്, അല്ലെങ്കിൽ പെങ്ങന്മാരുണ്ട്. പുതിയ ചിലപ്പോ യാരുടെ ഹട്ട യാറ അതിനേക്കാണ് ഏത് നല്ലത്. അങ്ങനെക്കും അതല്ല കാണുമ്പോൾ വേണേക്കും അത് രണ്ടാമതായിട്ട് കിട്ടുന്നത്. അപ്പോഴൊക്കെ പ്രതിഫലം തന്നെ മേടിക്കണ്ട. അപ്പോഴെല്ലാം ഔത്തലിങ്ങനെ നഗരാളിൽ ഖുർആൻ ഇങ്ങനെ എന്നേക്ക് ദിക്ർ ചൊല്ലിക്കുക, ദ്വാര തൊള്ളിക്കുക, സുന്നത്ത് ഇത് കാണുമ്പോൾ നല്ല ജീവനല്ലോ. ഓർമ്മ ഇപ്പൊ ഉദാഹരണം നമ്മൾ ഓരോരുത്തർ ശ്രദ്ധിക്കണം. ഇന്ന് എത്ര ആയുസിന് ഓരോന്നാണ് കഴിയും പോയി സ്വഭയാവണോ ജാവാവണോ സ്വഭയാവോ എന്ത് സമയത്ത് ഇപ്പൊ ജാവാവുന്നില്ല. അപ്പൊ ഓരോരുത്തരും ചിന്തിക്കണു. ഇന്ന് സുബൈക്ക് പിന്നെ ജാവ് അറിവിനാണ് ഞാൻ എത്ര ഖുർആൻ ഓതിരെ, അല്ലെങ്കിൽ എത്ര ദിക്ർ ചൊല്ലിരെ,
എത്ര സലാത്ത് ചൊല്ലരെ, എത്ര ആൾക്ക് ദ്വാരന്നരെ, തന്റെ ബാപ്പകിനെ ദ്വാരന്നരെ, തന്റെ മക്കളിനെ ദ്വാരന്നരെ, തന്റെ പെഞ്ഞിനെ ദ്വാരന്നരെ, തന്റെ മാപ്പിളിനെ ദ്വാരന്നരെ, തന്റെ ഉമ്മകളായിട്ട് ഉറക്കായിട്ട് ദ്വാരന്നേക്ക് സുഖിച്ചു പോകുന്നത് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ കുടുംബത്തിൽ എത്രമോ മത്സരം അതിനൊക്കെ എത്രമോ ഹെൽപ്പാക്കി കൊണ്ടാറ്, ഞങ്ങൾ പഠിക്കുമ്പോൾ സഹായാക്കി കൊണ്ടാറ്, ഞങ്ങൾ ഡ്യൂട്ടിയിലൂടെ ഹെൽപ്പാക്കി ഒക്കെ ആർമിക്കുന്ന ദ്വാരന്നരെ. അപ്പൊ എല്ലാ നാളെ കുറിച്ച് ഞായറാഴ്ചക്ക് പിന്നെ ആറുണ്ട് തന്റെ ആയുസ് ഇങ്ങനെ ഇന്നലായിട്ട് പോയോണ്ടുണ്ടോ ഒരു നാളും എന്തിനാ ഒരു നിസ്കാരം ഇട്ടും പറഞ്ഞ നിസ്കാരം ഇട്ട് നേരെ എന്തുകൊണ്ടാണ് ഇല്ല. അപ്പൊ ധാരണ ഇങ്ങനെ ആവണത്തീരാ തന്റെ വാക്കുകളും സുഖമാകുന്ന സിക്കോണ്ടിക്കണ് സുനത്ത് നിസ്കരിച്ചിരിക്കണം ഖുറാൻ ഓതിക്കണ് ദ്വാരം തോന്നിക്കണ് ഇത് ആക്കിയിട്ടില്ലല്ലേ അങ്ങനെ സന്തോഷത്തേക്ക് വേണ്ടാറ് അങ്ങനെ കാണുമ്പോഴത്തേക്കും ഓരോ ഇങ്ങനെ വെറുതെ കിടന്നിട്ടാവട്ടെ തെച്ചിട്ടാവട്ടെ ചിന്തിക്കണാരിങ്ങനെ. അപ്പൊ നാനും അങ്ങനെ ആവണോട്ട് സ്വന്തമല്ല ആവണാറ്. അപ്പൊ അങ്ങനെ വാദത്തിന് കേന്ദ്രമാവട്ട് മാറണോ അതാവുന്ന തൗഫീഖ് അനുഗ്രഹിക്കുമാരാവട്ടെ. അപ്പൊ ഔത്തന്നെ ഇത് പോലൊന്ന് നിൽക്കുക ഇപ്പൊ വന്നോട്ടുള്ള ചാവുക ഭാര്യ നല്ല ചാവും പരാത്തിന് ചാവ് വന്നുകൊണ്ടു അതേപോലെ നോമ്പുകൊണ്ടു റമദാൻ വന്നിട്ടുണ്ട് നല്ല നല്ല ചാവ് വന്നുകൊണ്ടു. ഈ ചാവെല്ലാം ഓറും ഞങ്ങളുടെ ആയുസ് മുഴുവൻ മരിക്കടുത്ത് വന്ന ചെലവാക്കിയതിനേക്കാണ് അങ്ങനെ ചിന്തിക്കുന്നേക്കാണ് ഒരു 4 ഗಂಟೆയുണ്ട് ನನ್ನ ആയുസിനാണ് എന്തിന് ചെലവാക്കിയ എന്തിനാക്കിയായിട്ട് ഞാൻ ഓരോരുത്തരും ഖേദിച്ചെങ്കിൽ വയ്യാവിടെ ഞങ്ങളുടെ ആഹ്റ നല്ല കൊടുക്കും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ ജീവന അത് മരിക്കുന്ന സെക്കൻഡ് തോന്നണേ ഉമ്മ പെറ്റ കിനാവ് പോലെ ശുദ്ധിയായിട്ട് ജീവിക്കുക തൗഫീഖ് തരണം അല്ലാഹ്. ആരെ മനസ്സിന് നൊമ്പലാക്കാട്ട് ആർക്കും അക്രമാക്കാട്ട് അല്ലാഹു ആരെ കുറിച്ച് തപ്പൊന്നും ചൊല്ലാണ്ട് ആർക്കും പറയാണ്ട് ആരെയും ആക്രമിക്കാണ്ട് റബ്ബേ കളവ് ചൊല്ലാണ്ട് അല്ലാഹുവേ സത്യം മാത്രം സ്വന്തട്ടു നല്ലതിക്ക് മാത്രം ഞങ്ങള് ശരീരവും നാവും കണ്ണും കാതും എല്ലാം നല്ലതിക്ക് മാത്രം യൂസ് ആക്കിയിട്ട് മരിക്കും മറ്റും നല്ല